സന്തോഷങ്ങൾ നമ്മുടെ കൈകളിലാണ്. അപ്പോൾ അതിനുള്ള മാർഗങ്ങൾ ആര് കണ്ടെത്തണം? നമ്മൾ തന്നെ കണ്ടെത്തണം. എപ്പോഴും ഇങ്ങനെ ഡള്ളായിട്ട് സങ്കടപ്പെട്ടുകൊണ്ടിരുന്നതിനല്ല ശരിയാവും. നമുക്ക് നമ്മുടെ ജീവിതം പെട്ടെന്ന് തന്നെ മടുത്തു തുടങ്ങും. സോ ജീവിതം നമ്മൾക്ക് ഒരിക്കലും മടക്കാൻ പാടില്ല. മടുത്ത് കഴിഞ്ഞാലും നമ്മളത് മടക്കാൻ പാടില്ല. വീണ്ടും വീണ്ടും നമ്മളെ ജീവിതത്തിനോട് ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കാം. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒന്നും മൈൻഡാക്കാതിരിക്കുക. നെവർ മൈൻഡ് എന്ന് പറയുക. അപ്പോൾ എല്ലാവരും വിചാരിക്കും എനിക്കെന്താ പറയുന്നവർക്ക് എന്തും പറയാലോ എന്നുള്ളത്. ലൈഫിൽ ആർക്കാണ് കഷ്ടപ്പാടില്ലാത്തത്, ആർക്കാണ് ബുദ്ധിമുട്ടുകളില്ലാത്തത്? പക്ഷേ നമ്മളതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. അപ്പോഴാണ് നമ്മളെന്ത് ചെയ്യുക, കുറച്ചും കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റം ഉണ്ടാവുക. നമ്മൾ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു സങ്കടം വരുമ്പോൾ തളർന്ന് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് അവിടെ തോറ്റു പോവുകയാണ്. എത്ര പ്രശ്നം ഉണ്ടെങ്കിലും എത്ര സങ്കടം ഉണ്ടെങ്കിലും നമ്മളെന്ത് ചെയ്യുക, എപ്പോഴും ചിരിച്ചുകൊണ്ട് മുന്നിലോട്ടേക്ക് പോവുക. നമ്മുടെ പ്രശ്നം നമ്മളെ പ്രിയില്ലേ. നമുക്ക് ഒരുപാട് വഴികളുണ്ട്, പക്ഷെ ആ വഴികളൊന്നും നമുക്ക് തിരിയുന്നില്ല, എല്ലാം ബെറാണ്. സോ ജീവിതത്തിൽ സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അതിനെന്ത് ചെയ്യണം, തേടി പിടിച്ചിട്ട് അതിനുള്ള സിറ്റുവേഷൻസ് നമ്മൾ കണ്ടെത്തണം. മനസ്സിലാക്കാത്ത ആൾക്കാരോട് അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് തിരിയാത്ത ആൾക്കാരോടൊന്നും നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ നമ്മളെ പറ്റിയിട്ട് എന്ത് ചെയ്യുക, ഓരോട് പറയാതിരിക്കുക. നമ്മളെ കണ്ട് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ സങ്കടമാണോ സങ്കടം, സന്തോഷത്തിലാണ് സന്തോഷം. മനുഷ്യന്മാരെ പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ബ്ലെസ്സിങ് ആണ്. ആ സന്തോഷത്തിലും അല്ലെങ്കിൽ നമ്മുടെ സങ്കടത്തിലും നമ്മളൊരാളെ കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരാളെ ചേർത്ത് പിടിക്കാനുണ്ടെങ്കിൽ അതും ഒരു വലിയൊരു കാര്യമാണ്. സോ ജീവിതമാണ്, ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എന്താ പറയുക, തട്ടിമുട്ടിയൊക്കെ പോകേണ്ടി വരും. എല്ലാം നമ്മളെന്ത് ചെയ്യുക, നല്ലതിനാന്ന് വിചാരിക്കുക. ഒരു കാലം നമ്മൾ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പഠിച്ചോണ്ട് അതൊക്കെ കാണുന്നുണ്ടല്ലോ. നമ്മൾ ആ ടൈമിൽ നല്ലപോലെ ദുആ ചെയ്യുക. ഒരു 2-3 വർഷം കഴിഞ്ഞാൽ അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ജീവിതം നമ്മൾ പഠിച്ചോ നമുക്ക് തന്നെ തരും. സോ ബി കെയർഫുൾ. താങ്ക് യു.